Hi dear students, hope you are fine. Once again, welcome to the Beats of TSS. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ടീഷണൽ സെൻറ്റൻസുകളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3 types of conditional sentences. Actually, there are 4 types of conditional sentences. Zero conditional, first conditional, second conditional and third conditional. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് 3 വിധത്തിലുള്ള കണ്ടീഷണൽ സെൻറ്റൻസുകളാണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസുകൾ. ഈ ഒരു ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് ഓരോ കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെയും സ്ട്രക്ചർ എന്താണ്, അതിലെ വേർബിൻ്റെ രൂപം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഉപയോഗിക്കുന്ന രീതി എന്താണ് എന്നുള്ളത്. ഇവിടെ ഒരു സെൻറ്റൻസ് നോക്കാം. ഇഫ് യു ഗോ ദർ യു വിൽ മീറ്റ് ഹിം. ബേസിക്കലി ഒരു കണ്ടീഷണൽ സെൻറ്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഒരു കണ്ടീഷനും മറ്റൊരു ഭാഗത്ത് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസ് ആണ്. ഇഫ് പ്ലസ് കണ്ടീഷൻ പ്ലസ് റിസൾട്ട്, ഈ രീതിയിലാണ് ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ഉള്ളത്. ഇഫ് യു ഗോ ദർ യു വിൽ മീറ്റ് ഹിം. ഈ സെൻറ്റൻസിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇഫ് യു ഗോ ദർ, നീ അവിടെ പോവുകയാണെങ്കിൽ, യു വിൽ മീറ്റ് ഹിം, നീ അദ്ദേഹത്തെ കണ്ടുമുട്ടും. ഇവിടെ ഒരു പ്രോബബിലിറ്റി ആണ് പറയുന്നത്, ഒരു സാധ്യതയാണ് പറയുന്നത്. പ്രസൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ആക്ഷന് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ടിനെ കുറിച്ചാണ് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ 2 ക്ലോസുകളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇഫ് യു ഗോ ദർ എന്നുള്ള സബോർഡിനേറ്റ് ക്ലോസും യു വിൽ മീറ്റ് ഹിം എന്നുള്ള മെയിൻ ക്ലോസും. ഇതിൽ രണ്ടിലുമുള്ള വേർബുകൾ, ഇഫ് ക്ലോസിലുള്ള വേർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് ഗോ എന്നതാണ് ഇവിടെയുള്ള വേർബ്. ഇനി മെയിൻ ക്ലോസിലുള്ളത് വിൽ മീറ്റ്. വിൽ എന്ന ഓക്സിലറി വേർബും മീറ്റ് എന്ന മെയിൻ വേർബുമാണ് ഇതിലുള്ളത്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചറാണ് മെയിൻ ക്ലോസിൻ്റെ വേർബിൻ്റെ രൂപം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷണൽ സെൻറ്റൻസ് ഫസ്റ്റ് കണ്ടീഷണൽ അല്ലെങ്കിൽ പ്രോബബിൾ കണ്ടീഷണൽ. ഇതിൽ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറുമാണ്. ഏതാനും ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇഫ് യു റെസ്റ്റ് യു വിൽ ഫീൽ ബെറ്റർ. ഇഫ് ഹീ കംസ് ദേ വിൽ ബി ഹാപ്പി. ഈ സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ ഒന്ന് പരിശോധിച്ചാൽ മതി. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറുമാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. To express a situation in which the outcome is likely to happen in the future. ഒരു സിറ്റുവേഷൻ, പ്രസൻറ്റിലുള്ളൊരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ്റെ ഒരു ഔട്ട്കം, അതിൻ്റെ ഒരു റിസൾട്ട് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ പറയുന്ന കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ഏത്? ഫസ്റ്റ് കണ്ടീഷണൽ അല്ലെങ്കിൽ പ്രോബബിൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷണൽ നോക്കാം. സെക്കൻഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത്, ദ സെക്കൻഡ് കണ്ടീഷണൽ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഔട്ട്കംസ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി അൺറിയലിസ്റ്റിക് ഓർ വിൽ നോട്ട് ലൈക്ലി ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. തീർത്തും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അയഥാർത്ഥമായിട്ടുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷൻ, അതിനെ കുറിച്ച് പറയുന്ന തരത്തിലുള്ള കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് സെക്കൻഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് ഐ വോൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്. എനിക്ക് ലോട്ടറി കിട്ടിയിരുന്നുവെങ്കിൽ ഞാനൊരു വലിയ വീട് വാങ്ങുമായിരുന്നു. ഇവിടെ ഐ പ്രോബബ്ലി വോണ്ട് വിൻ ദ ലോട്ടറി. എനിക്ക് ലോട്ടറി കിട്ടാനൊരു സാധ്യതയില്ല. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെ ഇമാജിൻ ചെയ്യാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് ഇന്നതാകുമായിരുന്നു എന്ന് പറയാം. അത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് കണ്ടീഷണൽ.
ഇംപ്രോബബിൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഫ് ഐ ഹാഡ് ഹിസ് നമ്പർ ഐ വുഡ് കോൾ ഹിം. ഇഫ് ഐ ഹാഡ് ഹിസ് നമ്പർ, അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് കോൾ ഹിം, ഞാൻ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. ഇവിടെ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താകും എന്ന് പറയുന്നതാണ് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇഫ് ഐ വേർ യു ഐ വുഡിൻ അറ്റൻഡ് ദ പാർട്ടി. അവിടെ ഒരു ഇമാജിനേഷനാണ്. ഞാനായിരുന്നു നിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ആ പാർട്ടിയിൽ പങ്കെടുക്കുമായിരിക്കില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡ്രീം. ഇപ്പോൾ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം. ഇഫ് ഐ വോൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്. ഇതിലെ കണ്ടീഷൻ ഇഫ് ഐ വോൺ ദ ലോട്ടറി, അവിടെ വോൺ എന്നുള്ളതാണ് മെയിൻ വേർബ്. ഇനി അതിൻ്റെ റിസൾട്ട് വരുന്നത് വുഡ് ബൈ, വുഡ് പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് റൂട്ട് ഫോം ഓഫ് ദി വേർബുമാണ് വേർബിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ കണ്ടീഷണൽ സെൻറ്റൻസിലേക്ക് വരാം. തേർഡ് കണ്ടീഷണൽ, ഇമ്പോസിബിൾ കണ്ടീഷണൽ സെൻറ്റൻസ്. Third conditional sentence is used to explain that the present circumstances would be different if something different had happened in the past. പാസ്റ്റിൽ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു കാര്യം സംഭവിച്ചിരുന്നുവെങ്കിൽ പ്രസൻറ്റ് സർക്കംസ്റ്റാൻസ് വ്യത്യസ്തമാകുമായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ഏത്? തേർഡ് കണ്ടീഷണൽ ഇമ്പോസിബിൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാകും. ഇഫ് ഐ ഹാഡ് റീച്ച്ഡ് ദ സ്റ്റേഷൻ ഏർലി ഐ വുഡ് ഹാവ് ഗോട്ട് ദ ട്രെയിൻ. ഞാൻ സ്റ്റേഷനിൽ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ടാകുമായിരുന്നു. ഇവിടെ ആൾ എന്ത് ചെയ്തിട്ടില്ല? നേരത്തെ എത്തിയിട്ടില്ല. അപ്പം നേരത്തെ എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു സർക്കംസ്റ്റാൻസ് ഡിഫറൻ്റ് ആയിരുന്നുവെങ്കിൽ, അദ്ദേഹം എത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്താകും? അവിടെ ട്രെയിന് കിട്ടിയിട്ടുണ്ടാകുമായിരുന്നു. അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ച് പറയുന്നത് എന്താണ്? പാസ്റ്റിൽ നടന്ന ആ ഒരു സംഭവം ഡിഫറൻ്റ് ആയിരുന്നുവെങ്കിൽ പ്രസൻറ്റ് സർക്കംസ്റ്റാൻസ് ഡിഫറൻ്റ് ആകുമായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസും നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ കണ്ടു, ഇഫ് ഐ ഹാഡ് റീച്ച്ഡ്. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഇഫ് ക്ലോസിലുള്ളത്. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഇനി മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബാണ് മെയിൻ ക്ലോസിലുള്ളത്. കണ്ടീഷണൽ സെൻറ്റൻസിൽ വുഡ് ഉപയോഗിക്കുന്നതിന് പകരം കുഡ് എന്നോ ഷുഡ് എന്നോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി കൂട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷണൽ സെൻറ്റൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് നാം എഴുതുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഇഫ് ക്ലോസിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇഫ് ക്ലോസ് കഴിഞ്ഞ ഉടനെ ഒരു കോമ നൽകിയിട്ടാണ് മെയിൻ ക്ലോസ് പറയേണ്ടത്. ഇഫ് യു റെസ്റ്റ് യു വിൽ ഫീൽ ബെറ്റർ. അവിടെ ഇഫ് യു റെസ്റ്റ് എന്ന ഇഫ് ക്ലോസ് കഴിഞ്ഞ് ഒരു കോമ നൽകിയിട്ടാണ് യു വിൽ ഫീൽ ബെറ്റർ എന്ന് എഴുതേണ്ടത്. എന്നാൽ മെയിൻ ക്ലോസിലാണ് ഈ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ, അതായത് യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു, ആ രീതിയിലാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരുമിച്ച് തന്നെ എഴുതാവുന്നതാണ്. യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു റെസ്റ്റ്. മനസ്സിലായി എന്ന് കരുതുന്നു. അതായത്
ഇഫ് ക്ലോസിലാണ് സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ ഇഫ് ക്ലോസിന് ശേഷം കോമ ഇട്ടിട്ടാണ് മെയിൻ ക്ലോസ് എഴുതേണ്ടത്. എന്നാൽ മെയിൻ ക്ലോസിലാണ് തുടങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കോമ നൽകാതെ ഒരുമിച്ച് ആ രണ്ട് ക്ലോസിനെയും എഴുതാവുന്നതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് കണ്ടീഷണൽ സെൻറ്റൻസുകൾ, അതിൽ 3 ടൈപ്പ്: ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. ഫസ്റ്റ് കണ്ടീഷണലിൽ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറുമാണ്. സെക്കൻഡ് കണ്ടീഷണലിൽ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിലെ വെർബ് വുഡ് പ്ലസ് റൂട്ട് ഫോമുമാണ്. തേർഡ് കണ്ടീഷണലിൽ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും മെയിൻ ക്ലോസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. ശരിയായ രീതിയിൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ വേണ്ടി പരിശീലിക്കുക. ഇത്തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതി പരിശീലിക്കുക. കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.